എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡെയർ ടു ടോക്കിന്റെ 27ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ പ്ലേ എന്നുള്ളതാണ്. ഒരു വീഡിയോ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സുഹൃത്തുക്കൾ നമ്മൾ അതിനെ പറ്റിയിട്ട് വീഡിയോ തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്തിട്ടുണ്ടായിരുന്നു, ചിലർ കമന്റ് ബോക്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ പ്ലേ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും നോക്കാം. നമ്മൾ മുമ്പ് ഓർഗാസവുമായി ബന്ധപ്പെട്ട്, അതായത് രതിമൂർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആണിൽ എങ്ങനെയാണ്, പെൺകുട്ടികളിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞൊരു പോയിന്റാണ് ഈ ഒരു ഫോർ പ്ലേ, അതിൻ്റെ ഇമ്പോർട്ടൻസ്. പക്ഷെ അധികം കാര്യങ്ങൾ നമ്മളതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വീഡിയോയിൽ നമ്മളത് കാര്യമായിട്ട് തന്നെ നോക്കുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസുകളിൽ പലരും വിമർശിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ഈ ഒരു സെക്ഷുവാലിറ്റി, ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ വീട്ടുകാർ, എൻ്റെ വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ എന്ത് തിങ്ക് ചെയ്യുന്നൊക്കെയുള്ള ആകുലതകൾ കണ്ടിട്ടുണ്ടാവും. എന്നെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം ഞാൻ ചെയ്യുന്നതിലെ ശരികൾ എനിക്ക് അറിയാം. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കടന്നു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സെക്ഷുവാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം നമ്മുടെ ലൈഫിൽ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള അട്രാക്ഷൻ, ഈ കാര്യങ്ങളെല്ലാം തികച്ചും ബയോളജിക്കൽ അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്, അല്ലാണ്ട് അത് നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അവിടെയുള്ള ശരി തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന കാര്യമാണ്. ഒരുപാട് തെറ്റായ ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്, പല മീഡിയാസുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ശരി ഏത് തെറ്റ് ഏത് എന്നുള്ളത് തിരിച്ചറിയേണ്ടത് ഒരു ആളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ഡൗട്ടുകൾ പലരെ സംബന്ധിച്ചും മനസ്സുകൾ നിലനിൽക്കുന്നുണ്ട്, പക്ഷേ അത് ആരോടും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്ലോട്ട് തന്നെയാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്, അല്ലാണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി സപ്പോസ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ചുമ്മാ ഈ വീഡിയോ കണ്ടിട്ട് എനിക്കിതെല്ലാം അറിയാം, എല്ലാവർക്കും ഇത് അറിയുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് അടിക്കാൻ നിൽക്കണ്ട. അതെനിക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മളോട് ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ്, അവരുടെ ഡൗട്ടുകൾ തന്നെയാണ് നമ്മളിവിടെ ഓരോ വീഡിയോ ആയിട്ട് ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ ആർക്കും ഡൗട്ടില്ലാത്തൊരു വിഷയം എടുത്ത് ചുമ്മാ ചെയ്യുകയല്ല നമ്മൾ ചെയ്യുന്നത്. സോ അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഉണ്ടാവുക എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇവിടെ വെച്ച് ക്വിറ്റ് ചെയ്യാം. ഇനി അല്ലാത്ത പക്ഷം നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോ കണ്ടു നോക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസുകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ നോക്കണം. കൂടാതെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസുകളൊക്കെ വരുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോസിറ്റീവ് കമൻസും അതുപോലെ ലൈക്കുകളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിലയേറിയ കമൻറ്റുകളൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. എന്താണ് ഈ ഒരു ഫോർ പ്ലേയുടെ ഇമ്പോർട്ടൻസ്? അത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം ഒരു സ്റ്റഡിയാണ്. ഒരു സ്റ്റഡീസിനെ പറ്റി നമ്മൾ കേൾക്കണം, ഒരു സർവേനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിലൂടെ 70% സ്ത്രീകളും സെക്ഷലി സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു രതിമൂർച്ച അല്ലെങ്കിൽ ഓർഗാസം എന്ന് പറയുന്നത് ആ ഒരു പീക്ക് ഫീലിംഗ് ആണ്. അതായത് സെക്ഷലി കിട്ടുന്ന ആ ഒരു പീക്ക് ഫീലിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് രതിമൂർച്ച അല്ലെങ്കിൽ ഓർഗാസം. അത് സാധാരണ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിലൂടെ സാധാരണഗതിയിൽ 70% സ്ത്രീകളിലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കമന്റ് ബോക്സുകളിൽ തന്നെ പലപ്പോഴായിട്ട് വന്നിട്ടുള്ള കമന്റുകളാണ്, എനിക്ക് ഇത്തരത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കമന്റുകൾ കണ്ടിട്ടുണ്ട്. പല വീഡിയോസിന്റെ താഴെയും പലയിടങ്ങളിൽ പല സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ചർച്ച ചെയ്യുന്ന, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ ചർച്ച ചെയ്യുന്നതിൻ്റെ അടിയിലെല്ലാം ഇത്തരത്തിലുള്ള കമന്റുകൾ വന്നായിട്ട് കണ്ടിട്ടുണ്ട്. അതിലൊരു മെയിൻ റീസൺ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഓർഗാസം ലഭിക്കാത്തതിൻ്റെ ഒരു മെയിൻ കാരണം ഈ ഒരു പ്രോപ്പർ ഫോർ പ്ലേ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഫോർ പ്ലേ? ഫോർ പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂഡ് ക്രിയേഷൻ പ്രോസസ്സാണ്. അതായത് സെക്സിലോട്ട്, ഒരു പ്രോപ്പർ ഇന്റർകോഴ്സിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു മൂഡ് ക്രിയേഷൻ പ്രോസസ്സാണ് ഈ ഒരു ഫോർ പ്ലേ എന്നുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ഈ ഒരു ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ച ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആവശ്യകതയായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അവിടെ ഒരു രതിമൂർച്ച അല്ലെങ്കിൽ ആ ഒരു ഓർഗാസം വേണ്ടതുണ്ട്. ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് ആ ഒരു ഇജാക്കുലേഷൻ സംഭവിക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചു. പക്ഷേ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അങ്ങനെ എളുപ്പത്തിൽ പെട്ടെന്ന് അങ്ങ് ലഭിക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് ആ ഒരു മൂഡ് ക്രിയേഷനൊക്കെ പ്രോപ്പറായിട്ട് സംഭവിച്ചില്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു കംപ്ലൈൻറ്റ് വരുന്നത്, അവർ സെക്സ് ചെയ്യുന്ന സമയത്ത് അവർ ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല. പക്ഷേ ഒരു പോൺ വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്നിട്ട് മാസ്റ്റുർബേറ്റ് ചെയ്യുമ്പോഴൊക്കെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു എന്ന് പല ലേഡീസും പറയുന്ന ഒരു കാര്യമാണ്. അതിലൊരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോൺ വീഡിയോ കാണുമ്പോൾ ഒരു ട്രിഗർ, അതായത് ഈ ഒരു സെക്ഷൽ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രിഗർ അവർക്ക് ഉണ്ടാവുന്നുണ്ട് ആ ഒരു വീഡിയോസുകളിൽ നിന്ന്. അതിനുശേഷം ഈ മാസ്റ്റുർബേഷൻ കൂടി ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു പ്രോപ്പർ ഫീലിംഗ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിൽ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് ആ ഒരു ഭർത്താവ് എണീച്ചു പോവുകയാണ്, അവർക്ക് പ്രോപ്പർ ഒരു മൂഡ് ക്രിയേഷൻ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഫോർ പ്ലേ ചെയ്യേണ്ടതിന് ഇമ്പോർട്ടൻസ്. ഇനിയും ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഫോർ പ്ലേ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആ ഒരു മൂഡ് ക്രിയേഷൻ പ്രോസസ്സാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിസ്സിങ്, ഇപ്പോൾ ലിപ് കിസ് ആവാം, പല രീതിയിൽ നമ്മൾ ബോഡി പാർട്ടിൽ പലയിടത്ത് കിസ് ചെയ്യുന്നതായിരിക്കാം. അതുപോലെ തന്നെ ഓറൽ സെക്സ് പറയാം, ടങ് ഉപയോഗിച്ചും നമ്മുടെ ഒരു എന്താ പറയുക ഓപ്പോസിറ്റ്, ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ വൈഫിൻ്റെ ഫുൾ ഹോൾ ബോഡി പാർട്ട് ഉപയോഗിച്ച് അയാൾ ഏതെങ്കിലും രീതിയിലൊക്കെ സെക്ഷലി ആക്റ്റീവ് ആക്കുക. അതുപോലെ
പുരുഷൻ ഒരു ലേഡിയെ സെക്ഷലി ആക്റ്റീവ് ആക്കുന്ന ആ ഒരു പ്രോപ്പർ സെക്സ് ഇല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സെക്സ് എന്ന രീതിയിൽ ഒരു ഇന്റർകോഴ്സിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നടത്തുന്ന പ്രോസസ്സിനെയാണ് ഫോർ പ്ലേ എന്ന് പറയുന്നത്. അവിടെ സെക്ഷൽ ടോക്കുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഫിംഗർ ഉപയോഗിച്ച് നമ്മുടെ ഹാൻഡ്സ് ഉപയോഗിച്ചുള്ള ടച്ചിങ്ങുകൾ, ചുണ്ട് ഉപയോഗിച്ചുള്ള കിസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. ഓറൽ സെക്സ് എന്ന് പറയുമ്പോൾ അവരുടെ ക്ലിറ്റോറിസ് ടങ് ഉപയോഗിച്ച് ആക്റ്റീവ് ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നിപ്പിളിൽ കിസ് ചെയ്യുക, കഴുത്തിനെ അവിടെ ടച്ച് ചെയ്യുക, കഴുത്തിൻ്റെ അവിടത്തൊക്കെ ടച്ച് ചെയ്യാം. അങ്ങനെ പല സെൻസിറ്റീവ് സ്പോട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ടച്ച് ചെയ്യുക എന്നുള്ളതാണ്, അതിലൂടെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫോർ പ്ലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പുരുഷൻ വരികയാണ്, വീട്ടിൽ വരുമ്പോൾ ടി വി ഒക്കെ കാണുമ്പോൾ ഒരു നല്ല റൊമാൻറ്റിക് സീൻ കാണുമ്പോൾ അയാൾക്ക് ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ തോന്നുകയാണ്. അപ്പോൾ നേരെ പോയിട്ട് വൈഫ് അടുക്കളയിൽ എന്തെങ്കിലും പണിയെടുക്കുകയൊക്കെ ആയിരിക്കും. അപ്പോൾ അവളെ കൂട്ടിയിട്ട് നേരെ പോയിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിലോട്ട് കിടക്കുകയാണ്. അയാൾ ആ ഒരു ഇന്റർകോഴ്സ് നടത്തി സെക്ഷലി സാറ്റിസ്ഫൈ, ആ ഇജക്ഷൻ സംഭവിക്കുമ്പോൾ അയാൾക്ക് ആ ഓർഗാസം ലഭിച്ചു, അയാൾ സാറ്റിസ്ഫൈ ആയിട്ട് എണീച്ച് പോകും. അപ്പോൾ ആ ലേഡിയെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. കാരണം അവർക്കൊരു മൂഡും ഇല്ലാത്ത സമയത്ത് ഇയാളൊന്ന് പെട്ടെന്ന് കാര്യം നടത്തിയിട്ട് പടയെന്ന് പറഞ്ഞിട്ട് എണീച്ച് പോയി കഴിഞ്ഞാൽ ആകെ സീനായിരിക്കും. അപ്പോൾ ആ ലേഡിയെ സംബന്ധിച്ച് ഒരു മൂഡ് ക്രിയേഷൻ പ്രോസസ്സ് അവിടെ തീർച്ചയായിട്ടും സംഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു മൂഡ് ക്രിയേഷൻ അവിടെ സംഭവിച്ചതിന് ശേഷമാണ് ഈ ഒരു ഇന്റർകോഴ്സ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ബോത്ത് പാർട്ട്നേഴ്സിനും ഒരുപോലെ തന്നെ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. ദാമ്പത്തിക ജീവിതത്തിൽ ഇത്തരത്തിൽ സെക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ രണ്ട് പാർട്ട്നേഴ്സിനും കിട്ടേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ മറ്റൊരു വീഡിയോക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൻ്റെ വീഡിയോക്ക് വന്നൊരു കമൻറ്റ് കൂടി നിങ്ങൾ ഈ ഒരു കേസിൽ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ആ ഒരു കമൻറ്റ് വളരെ എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ്. ഞെട്ടിച്ചതെന്നല്ല, അത് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു പയ്യൻ കമൻറ്റ് ചെയ്തു, ഞാൻ മാരീഡ് അല്ല, ഞാനൊരു ലേഡിയെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ശ്രമം നടത്തി. ആ ഒരു ലേഡിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി, അവർക്ക് പ്രോപ്പർ ഓർഗാസും കാര്യങ്ങളൊന്നും ലഭിച്ചില്ല, അങ്ങനെ എൻ്റെ വലയിൽ വീണു എന്ന രീതിയിൽ അവനും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഒരു പ്രോപ്പർ സെക്സ്വൽ സാറ്റിസ്ഫാക്ഷൻ കൂടി കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ചില സുഹൃത്തുക്കൾ എന്നോട് നേരിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തിന് കുട്ടി ഉണ്ടാവണം, എന്തിന് ഈ സെക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ ചോദിച്ചവരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ആലോചിക്കുന്ന കാര്യം ഉണ്ടാവും, ഈ ഒരു സെക്സ് ആണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. ഒരിക്കലും അല്ല. ആ ഒരു ലവ്, അതുപോലെ ആ റിലേഷൻ ബോണ്ടിങ് തന്നെയാണ്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം, അതിലൊരു സംശയമില്ല. പക്ഷേ സെക്സ്വൽ സാറ്റിസ്ഫാക്ഷൻ അതിൻ്റെ ഒരു പാർട്ടാണെന്ന് മാത്രം. ഇനി ഈ ഒരു കേസിൽ, ഫോർ പ്ലേൻ്റെ കേസിൽ ഞാൻ പറയുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന മറ്റൊരു ഡൗട്ടായിരിക്കും, എവിടെ ടച്ച് ചെയ്യണം, എന്ത് ചെയ്യുമ്പോഴാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത് എന്നുള്ളത്. ഇവിടെ നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങളുടെ പാർട്ട്ണറിനോടാണ് ചോദിക്കേണ്ടത്. ഒരു ലേഡി വന്നിട്ട്, കല്യാണം കഴിഞ്ഞ ഒരു ലേഡി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഭർത്താവിന് എന്തായിരിക്കും ഇഷ്ടമെന്ന് ചോദിക്കുന്നു. അതുപോലെ ഭർത്താവ് വന്നിട്ട് ലേഡിക്ക് എന്തായിരിക്കും ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് നിങ്ങൾ പരസ്പരമാണ് ചോദിക്കേണ്ടത്. കാരണം ഓരോ ആളുടെ ടേസ്റ്റ് ഡിഫറൻസ് ആണ്. ചിലപ്പോൾ ചിലർക്ക് ചില ബോഡി പാർട്ട് ടച്ച് ചെയ്യുന്ന വളരെയധികം ഇഷ്ടമായിരിക്കും, അവിടെ കിസ് ചെയ്യുന്നത് കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് പാർട്ട്നേഴ്സ് തമ്മിൽ ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് വേണ്ടത്. ഏതൊരു റിലേഷൻഷിപ്പിലും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ അത് സെക്ഷൽ റിലേഷൻഷിപ്പിൻ്റെ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും ആ ഒരു ജീവിതം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, എല്ലാ കാര്യത്തിലും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്സ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, എന്താണ് തനിക്ക് ഇഷ്ടം എന്നുള്ളത്, ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ബോത്ത് ആണിൻ്റെ ഇഷ്ടങ്ങൾ അവനും പെണ്ണിൻ്റെ ഇഷ്ടങ്ങൾ അവളും, അതുപോലെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും എല്ലാം തമ്മിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അല്ലാണ്ട് വേറൊരാൾ പറഞ്ഞു തരേണ്ടുന്ന കാര്യമല്ല. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണ സാധനം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അത് സത്യത്തിൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ചോയ്സ് ആണ്, ആ ചോയ്സ് ഡിഫറെൻ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക, അതിലൂടെ ആ ഒരു ഫോർ പ്ലേ കൃത്യമായിട്ട് ചെയ്യുക, ആ ഒരു പ്രോപ്പറായിട്ട് ഒരു മൂഡ് ക്രിയേഷൻ പ്രോസസ് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം ഇന്റർകോഴ്സിലോട്ട് കിടക്കുക. ഇപ്പോൾ പ്രീമച്വർ ഇജാക്കുലേഷൻ ഒക്കെ ഉണ്ട്, പെട്ടെന്ന് തന്നെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർ ഒരു ഫോർ പ്ലേ ഒക്കെ നടന്നതിന് ശേഷമാണ് ഈ ഒരു ഇന്റർകോഴ്സിലോട്ട് പോകുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് ആ ഒരു പ്രീമച്വർ ഇജാക്കുലേഷൻ ആണെങ്കിൽ പോലും ആനന്ദകരമായിട്ടുള്ള ഒരു സെക്ഷൽ ലൈഫ് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫോർ പ്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ലൊരു സെക്ഷൽ ലൈഫിന് ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം. കിസ്സിങ്, ടച്ചിങ്, അതുപോലെ കൈയും അതുപോലെ മൗത്തും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഓറൽ സെക്സ് ഒക്കെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് ക്ലിറ്റോറിസിനെ ടങ് ഉപയോഗിച്ചിട്ട് ആക്റ്റീവ് ആക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഒരു മാസ്റ്റുബേറ്റ് ചെയ്യുമ്പോൾ, ഒരു ലേഡി മാസ്റ്റുബേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സൊക്കെ ഒരു ആൺകുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെയൊക്കെ അവർക്ക് ആ ഒരു പ്രോപ്പർ മൂഡ് ക്രിയേഷനും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വേറൊരു ഡൗട്ട് കൂടി ഉണ്ടാവും, എത്ര സമയം ഈ ഒരു ഫോർ പ്ലേ ചെയ്യണം എന്നാലായിരിക്കും അവർക്ക് ആക്റ്റീവ് ആവുക എന്നുള്ളത്. അത് ഇൻഡിവിജ്വലി ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ ആളുടെ ചോയ്സ് ഡിഫറൻ്റ് ആണ്, ഓരോ ആൾക്കും ആ ഒരു ഫീലിങ്സ് വരുന്ന സമയം ഡിഫറൻ്റ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് എത്ര ടൈം വേണം, പാർട്ണർ എത്രമാത്രം ആഗ്രഹിക്കുന്നു, അതിനനുസരിച്ച് ഇതെല്ലാം മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. അല്ലാണ്ട് വേറൊരാൾ പറഞ്ഞു തരേണ്ടത് കാര്യമല്ല.
നമ്മൾ തന്നെ സ്വയം പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വളരെ കളർഫുൾ ആയിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ലേഡീസിന് പൊതുവെ ഓർഗാസം ലഭിക്കുന്നില്ല എന്ന് പറയാൻ കാരണം ബോയ്സ് പെട്ടെന്ന് ഡോമിനേറ്റ് ചെയ്ത് അവരുടെ കാര്യം നടത്തി അവർക്ക് ആ ഒരു ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്ത് അവർ എഴുന്നേറ്റ് പോകുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടിപൊളിയാവും എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും പോയിന്റ് മിസ്സായിട്ടുണ്ടോ എന്ന് അറിയില്ല. എനിവേ ഒരു കലാകാരൻ നല്ലൊരു കലാകാരനും കലാകാരിയാവണം. അപ്പം നല്ല രീതിയിലൊരു സെക്ഷൽ ലൈഫ് പോസിബിൾ ആവുന്നുള്ളതാണ്. എനിവേ ഇന്നത്തെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് അവിടെ ഫ്രീ ആണ്. തീർച്ചയായിട്ടും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അതുപോലെ നേരിട്ട് എന്നോട് എന്തെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അതുപോലെ എനിക്ക് മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. അതുപോലെ ലൈക്ക് തരിക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട്. അതുപോലെ കമൻറ്റും ഒക്കെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്നുള്ളത്. സപ്പോർട്ട് തരിക അതാണ് ഏറ്റവും വലിയ ഒരു ഊർജ്ജം എന്നുള്ളത്. കാരണം ഒരുപാട് നെഗറ്റീവ്സുകളൊക്കെ വരുന്നുണ്ട്. വെച്ചാൽ ഈ ഒരു സെക്ഷുവാലിറ്റി എന്തോ വിയർഡായിട്ടുള്ളതാണെന്നുള്ളതാണ് പൊതുസമൂഹം തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് കൂടുതലായിട്ട് എനർജറ്റിക് ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. തുടർന്നും വീഡിയോസ് ആണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്.